പുതിയ കോളേജാണ്. നീ പെണ്ണാണെങ്കിലും നിനക്ക് ഈ മരം കയറി സ്വഭാവം ആയതുകൊണ്ട് പറഞ്ഞതാ. കണ്ട വയ്യാവേലി ഒന്നും പോയി പെടരുത് കേട്ടല്ലോ. ഓ എന്റെ പോരാളി സമ്മതിച്ചിരിക്കുന്നു. ഇനി എനിക്ക് പോകാവോ? ആ പപ്പേനോട് പറഞ്ഞിട്ട് ഇറങ്ങിക്കോ. ദേ കാർന്നോറെ. അപ്പൊ ഞാനങ്ങോട്ട്. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. പിന്നെ കാർന്നോരെന്ന് വിളിക്കാതെ ഷാറുഖാനെന്ന് വിളിക്കാൻ പറ്റുമോ? കടുക്കാമേ രാവിലെ തന്നെ എനർജി വേസ്റ്റ് ആക്കാതെ പോയി ഭാര്യക്ക് 2 കുറ്റി പുട്ടുണ്ടാക്കി കൊടുക്കുക കാർന്നോരെ. ഓ വലിയ കോളേജാണല്ലോടി, നമുക്കൊരു പൊളിക്കണം. ഓ ഇനി കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കണമല്ലോ. എടി വാ, ആരോടെങ്കിലും ചോദിക്കാം. ഹലോ, അതെ ഒന്ന് ചോദിച്ചോട്ടെ, ഈ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് എവിടെയാണെന്ന് അറിയോ? ഓ സോറി, ഞാനും ഫസ്റ്റ് ഇയറാ. ഞാനും സെയിം ബാച്ചാ. എങ്ങോട്ട് പോണം ഓർത്തിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഗസ്റ്റ്. എനിവേ ഐ ആം സെബിൻ കൊമ്പനക്കാട്ടിൽ. ഓ ഹെവി നെയിമാണല്ലോ. അതെന്താ വീട്ടില് ആന വല്ലതുണ്ടോ? ഹേ ഇല്ല, എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, കൊമ്പനക്കാട്ടിൽ നിന്നൊക്കെ കേട്ടപ്പോ. ഓ അത് വീട്ടുപേരാടോ, പാരമ്പര്യ കിട്ടിയതാ. ഓ എന്നാലും എന്നാ വീട്ടുള്ള പേരാ. എന്റെ വീട്ടുപേരെടുത്ത് അമ്മിക്കല്ലി വെച്ച് അരക്കാൻ തോന്നുന്നു. അതെ, ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. എന്താ വീട്ടുപേര്? വീട്ടുപേര് അടക്കാപ്പെട്ടി. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അതെ, ഇയാളൊന്നും സംസാരിക്കില്ലേ? സംസാരിക്കില്ലെന്നോ? വായ തുറന്നാ പിന്നെ ATM മെഷീൻ പോലെയാ. By the way, my name is Maria and this is Ria. ആരെ വാ. എടാ നീയൊക്കെ ഇതൊക്കെ ഉണ്ടോടാ? ഇവിടെ വലിയ ചിരിയൊക്കെ നടക്കുന്നു. എന്താണ് പിള്ളേരെ, ചേട്ടന്മാരെ കൂടി ഒന്ന് അറിയട്ടെ. ഏയ് നിങ്ങളൊന്ന് ശല്യം ചെയ്യാതെ പോവാമോ? ഓഹോ എടാ, ഇത് ഈ മീശമുളക്കാത്ത ചേർക്കാൻ പുതിയ ഐറ്റം ആണെന്ന് തോന്നുന്നു. അതേടാ, ഇവിടെ കണ്ടിട്ടില്ല. മക്കൾക്ക് നമ്മളെ വലിയ പരിചയമില്ലെന്ന് തോന്നുന്നു. അതെ ചേട്ടാ, ഞങ്ങൾക്കിപ്പോ അങ്ങനെ പരിചയപ്പെടണ്ടെങ്കിലോ? ഡി സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യും? പോടാ, പേടിപ്പിക്കാതെ. എടാ, ഇവളെ ഇങ്ങനെ വിട്ടാ കൊള്ളില്ലല്ലോ. നീയൊക്കെ എങ്ങനെ ഇവിടെ നിന്ന് പോകുന്നറിയട്ടെ. എന്റെ പൊന്നു ചേട്ടന്മാരെ, വെറുതെ പ്രോബ്ലം എടുത്ത് തലേ വെക്കരുത്. നീ ഏതാ ചള്ളു ചെക്ക വന്ന് കേറിയത് സീനിയേഴ്സിന് ഉണ്ടാക്കാൻ നിൽക്കുന്നു. പറഞ്ഞേ ഒരു പണി വന്നിട്ടുണ്ട്. എവിടെടാ? NC കോളേജ്. മര്യാദക്ക് പറഞ്ഞ മനസ്സിലാവില്ലേടാ നിനക്ക്? ഇവനെന്താ ഇവിടെ? ഇനി ഏതവനാണ് എന്റെ അനിയനെ തല്ലേണ്ടത്? വാടാ, എന്നെ കഴിഞ്ഞിട്ട് ഏതവനായാലും എന്റെ അനിയനെ തൊടും. ഈ സണ്ണി കൊമ്പനക്കാട്ടിലാ പറയുന്നേ. വാടാ, നെഞ്ചുറപ്പുള്ള ആനയിലുണ്ട്. വാടാ. എന്തുവോ എടി, ആ വായുടെ ചോക്ക്. ആ എന്റെ ഇട്ടയ്യ ആളൊരു ചെറിയ താന്തോന്നിയാ. ഒരു കൊച്ചു റൗഡി നോക്കി പറയാം. അതുകൊണ്ട് വീട്ടിലെ ചാച്ചനും അമ്മച്ചിയും ഒക്കെ എപ്പോഴും വഴക്കാം. ആര് പറയുന്നതും കേൾക്കില്ല. പക്ഷെ എന്നെ വലിയ ഇഷ്ടമാ. കൊള്ളാം, എന്തായാലും നിന്റെ റൗഡി ചേട്ടനെ. എന്തുവാ പറഞ്ഞേ? ഏയ് ഞാൻ വെറുതെ. എന്റെ മോളെ,
നീ വിചാരിക്കുന്ന പോലുള്ള മുതലൊന്നും അല്ലത്. കാണ്ടാമൃഗമാ, കാണ്ടാമൃഗം. എന്റെ ചാച്ചൻ വിചാരിച്ചിട്ട് ഒതുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയാ ഈ നീർക്കോലി പോലെ ഇരിക്കുന്ന നീ. ആ വെള്ളം അങ്ങ് വാങ്ങി വെക്കുന്നതാണ് നല്ലത്. ആണോ? എന്നാ ഞാൻ ആ വെള്ളം അങ്ങ് തിളപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. എടി, നീ ഇതെന്തോ ഭാവിച്ചാ? കണ്ടില്ലേ, നല്ല അസൽ റൗഡി ലുക്ക് ആൾക്ക്. നീ കൂടെ നിന്ന് കളി കണ്ടാ മതി. എടാ സെബിനി, ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തണേ കേട്ടോ. ഡാ, എന്താടാ വന്ന് കയറിയ ദിവസം തന്നെ എനിക്ക് പണിയുണ്ടാക്കി തന്നെ? അത് ചേട്ടായി, അവന്മാരാ വെറുതെ വന്ന് ചൊറിഞ്ഞേ. ആ, വേഗം ക്ലാസ്സിൽ പോവാൻ നോക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. സെബിനെ, സെബിനെ. ഓ, ഞാനത് മറന്നു. ആ ഏട്ടായി, ദേ ഇവരെ ഞാൻ ഇന്ന് പരിചയപ്പെട്ടതാ. എന്റെ ഫ്രണ്ട്സാ. ഇവർക്ക് ഏട്ടായിയെ പരിചയപ്പെടണം. എനിക്കല്ല, ഇവൾക്ക. ആ അതെ, എനിക്കാ. ഹായ്, ഞാൻ മറിയം. സണ്ണി കൊമ്പനക്കാട്ടിൽ. അപ്പോ മക്കള് പോയിരുന്ന് പഠിക്കാൻ നോക്കും. ചേട്ടോ, ഈ ചേട്ടന് ലൈനുണ്ടോ? ലൈനോ? ഇല്ല. സണ്ണിച്ചായോ? നീ എന്താ വിളിച്ചേ? സണ്ണിച്ചായാന്ന്. മാറടാ സണ്ണി. വേണ്ട, അതൊരു ചെറിയ പെങ്കൊച്ച. നീ മാറടാ, ഞാനൊന്നും ചെയ്യേല. നീ എന്താ വിളിച്ചേ? സണ്ണിച്ചായാന്ന്. ഇനി ഒരു വട്ടം കൂടി നീ വിളിച്ച എന്തോ ചെയ്യും? ഊതി പറപ്പിക്കോ? ഒന്ന് പോ സണ്ണിച്ചായ, ചുമ്മാ പേടിപ്പിക്കാതെ. അതെ, എനിക്കിഷ്ടായി, എന്നെ കേട്ടോ. ഇതെന്തുവായി കുരിപ്പ്? നിനക്കെന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ എങ്ങനാ? നാളെ റെഡി ആയിട്ടിരിക്കട്ടെ. സാരി വേണോ ചുരിദാർ വേണോ? എന്നാത്തിന്? പെണ്ണ് കാണാൻ. ചാച്ചനെ അമ്മച്ചനെ കുട്ടി വരില്ലേ? ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. കേറിപ്പോടി ക്ലാസ്സില്. എടാ സെബിനെ, വിളിച്ചോണ്ട് പോടാ. അതെ, പ്രേമിക്കാൻ തോന്നിയ ഇന്ന് പോരി. ഇവിടെ ഒരു ഹൃദയം ഒഴിഞ്ഞ് കിടപ്പുണ്ട്. മറിയേ, വാ പോവാ. ഇനി ഒന്നും ശരിയാവൂല. എന്തായാലും പെങ്കൊച്ചി കൊള്ളാം അല്ലയോ സണ്ണിച്ച? എന്ത് കൊള്ളാന്ന്? പ്രേമിക്കാനാണല്ലോ ഇവിടെ നേരം. നമുക്കൊന്നും പറ്റിയ ഐറ്റം അല്ല ഈ പ്രേമം ഉണ്ടാകട്ടെ. ഓ വന്നോ? തട്ടുമുട്ടൊന്നും ഇല്ലാതെ ഇങ്ങ് എത്തിയല്ലോ, ഭാഗ്യം. ദേ, നിങ്ങളുടെ മകള് വന്നിട്ടുണ്ട് കേട്ടോ. ആ വിളിക്ക്. എനിക്ക് അത്യാവശ്യമായ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താ കാര്യം? എനിക്ക് കെട്ടണം. എടി, ആ കയറും കിടക്ക്. ഇത് കാർന്നോറി, അതല്ല, കല്യാണം കഴിക്കണോന്ന്. ചേടാ, ഇത് കൊള്ളാലോ. എല്ലായിടത്തും പെൺപിള്ളേരും കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നു. ഇവിടെ ഒരുത്തി ഇപ്പൊ കെട്ടണമെന്ന് വാശി പിടിക്കുന്നു. ആട്ടെ, ആരാണ് ഹതഭാഗ്യം? സണ്ണി കൊമ്പനക്കാട്ടെ. എന്തോന്ന്? വല്ല ആനയുമാണോടിയേ? അപ്പ മാസ പേരല്ലേ, എന്നാ ഇടിയാന്നതി ഒഴിച്ചേ. എന്ത് ഇടിച്ചെന്നോ? ആന്നേ, വന്ന ഉടനെ സ്റ്റൈലും ഇടിയായിരുന്നു. അവന്മാരെയൊക്കെ കാണണമായിരുന്നു. എടുത്ത് എറിയുമായിരുന്നില്ലേ? നല്ല അടിപൊളി ഒരു റൗഡി പയ്യൻ. എന്തുവടി റൗഡിയോ? എന്റെ കർത്താവേ, ഈ പെണ്ണിനെ അങ്ങനെ എന്തോ ചെയ്യും? ഇടിക്കടുക്കാമറിയേ, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? ഈ റൗഡിയെ കിട്ടിയുള്ളൂ. റൗഡി ആണെങ്കിൽ എന്താ? എന്നെ ലുക്കാന്നറിയോ? പേര് കേട്ടാ കൊമ്പനക്കാട്ടി വീട്ടിലെയാ. എനിക്ക് പോടി, അവളുടെ ഒരു കൊമ്പനാണ്. കാർമുറി മര്യാദക്ക് നടത്തി തന്നോ? ഇല്ലേ ഒരു ദിവസം ഞാൻ ആ റൗഡിയുടെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോവും. എടി ശോശാമ്മേ, ഇനിയെങ്ങാനും ഇവൾ പോകൂടി. പോവിച്ചായ, അതിലെന്താ സംശയം? അപ്പൊ ഓക്കേട്ടായി. ഹേ റൗഡിപ്പയ്യ, താനെന്താടോ ഇന്നലെ പെണ്ണ് കാണാൻ വരാന്ന് പറഞ്ഞിട്ട് വരാനേ? നീയാ പെണ്ണ? എന്നാ എനിക്ക് എന്നാ ഒരു കുഴപ്പം? നിനക്ക് കുഴപ്പമേ ഉള്ളൂ. മരം കയറി മറിയാമ. എന്നാ എന്നെ വിളിച്ച്? മരം കയറി മറിയാമേന്ന്. എന്നാ? മിസ്റ്റർ റൗഡി, താൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തന്നെ കൊണ്ടേ പോവും. ഒന്ന് പോടി കോപ്പേ. എനിക്ക് എന്താണോ എന്നെ പ്രേമിച്ച? പെങ്കൊച്ച്, ഞാൻ നിന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ പിന്നാലെ ഇച്ചായ കൊച്ചായ എന്നൊന്ന് വിളിച്ച് വന്നേക്കരുതെന്ന്. നിനക്ക് എന്താടി കൊച്ചേ പറഞ്ഞ മനസ്സിലാവത്തില്ലായോ? അല്ല,
അങ്ങനെ പറഞ്ഞങ്ങ് പോയാലോ? എന്റെ റൗഡിക്ക് പറയാനുള്ളത് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് കൂടെ ഒന്ന് കേട്ടേച്ചോ? എന്താടി വേഗം പറഞ്ഞ തൊലക്കടി, എനിക്ക് വേറെ പണിയുള്ളതാ. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വട്ടം ഐ ലവ് യു എന്ന്. ഇനി സണ്ണിച്ചായനല്ലയോ വായണ്ടേ? നിർത്തടി പുല്ലേ, നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് പ്രേമ മണ്ണാങ്കട്ടെ എന്നൊന്നും പറഞ്ഞ് എന്റെ പുറകെ വരരുതെന്ന്. നിനക്ക് നാണമൊന്നും ഇല്ലേടി ഓച്ചേ? ഞാൻ പിന്നെ എന്നാ ചെയ്യാനോ? ഈ റൗഡിയെ കാണുമ്പോ ഞാൻ എല്ലാം അങ്ങോട്ട് മറക്കും. പിന്നെ നാണം, അത് സണ്ണിച്ചാനുണ്ടായിരുന്നേ എന്നെ ഇങ്ങനെ പുറകെ നടത്തിക്കോ. ഡി നിമ്മ ആന്റി അതൊക്കെ ഒതുങ്ങിപ്പോക്കോ. വെറുതെ എനിക്ക് ചൊറിയാൻ വന്നാലുണ്ടല്ലോ. നിനക്ക് എന്നതാടി വേണ്ടേ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സണ്ണിച്ചാന്റെ പേരിലുള്ളൊരു മിന്ന്. പിന്നെ ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഹൃദയം അതിങ്ങോട്ട് തന്നേരെ, ഞാൻ സൂക്ഷിച്ചോളാം ഇനിയുള്ള കാലം. എന്റെ ഹൃദയം ആർക്ക് കൊടുക്കണം കൊടുക്കണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എന്തായാലും നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല. എടാ പേസില് ഇവിടെ ആള് കൊള്ളാലോ. എത്ര എളുപ്പത്തിലാ സണ്ണിനെ സെറ്റാക്കാൻ നോക്കുന്നേ. അതേടാ, അവന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാ അറിയാം എന്തൊക്കെയോ ആടി ഉലയാൻ പോകുന്നുണ്ടെന്ന്. അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ മോനങ്ങൾ മാറ്റി വെച്ചേക്ക്. അങ്ങനെ ആ ഹൃദയം കണ്ണി കണ്ടവന്മാർക്ക് കൊടുത്താ കൊല്ലും ഞാൻ അവളെയും നിന്നെയും. പലവട്ടം ആട്ടി ഓടിച്ചിട്ടും പുറകെ വരുന്നത് അത്രക്ക് ഇഷ്ടമായോണ്ടാ ഈ നസ്രാണി ചേട്ടനെ. ഈ മറിയത്തിന്റെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ട്. അത് എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ സണ്ണി കൊമ്പനെക്കാട്ടി കെട്ടുന്ന പിന്നായിരിക്കും. ഈ മറിയത്തിന്റെ മനസ്സിന് ശരീരത്തിന് ഒരേ ഒരു അവകാശമുള്ളൂ, അത് നിങ്ങളാണ് മിസ്റ്റർ റൗഡി. നല്ലവൻ കൊച്ചാടാ, നീ ഒരു കൈ നോക്കട സണ്ണി, ഒന്ന് പോടാ. ഏതോ നല്ല കുടുംബത്തിൽ പറഞ്ഞ വെങ്കൊച്ച, നീ വെറുതെ ഇരുന്ന. നീ ഇത് എന്നാ വിചാരിച്ചേട്ടാ? നിനക്ക് വേറെ ഒരു പണിയുമില്ലേ? അവനെ കണ്ടറിയാം തന്നെ റൗഡി. എടി, അവൻ കാണാൻ മാത്രമല്ലേ ഉള്ളൂ റൗഡിയെ പോലെ. പാവാ, നല്ലവനാ. നല്ലവൻ എന്ന് പറഞ്ഞ ഈ വയസ്സായവരെയൊക്കെ റോഡ് ക്രോസ് ചെയ്ത് വിടുന്നാണോ? പിന്നെ ഇത് കുന്തം കണ്ടിട്ടാണ് നീ അവനെ ലവ് ചെയ്യണേ? നിനക്ക് എന്താടി സണ്ണിച്ചാനോട് ഇത്ര ദേഷ്യം? എടി, എനിക്ക് അങ്ങനെ കണ്ടിട്ട് ഒരു കുണ്ട ലുക്ക്. നിന്നെ എങ്ങനെ ഞാൻ വിശ്വസിച്ച് അങ്ങനെ കയ്യിൽ ഏൽപ്പിക്കും? എനിക്ക് വിശ്വാസമുണ്ട്. എനിക്കിഷ്ടമല്ല, എനിക്കിഷ്ടമാണ്, എനിക്കിഷ്ടമല്ല, എനിക്കിഷ്ടമാണ്. ഓ, ഈ പെണ്ണ്. എടി മറിയേ, നീ ഇന്ന് എന്റെ ചേട്ടനെ കണ്ടായിരുന്നോ? ആ, കോളേജിന്റെ ഫ്രണ്ടിൽ വെച്ച്. എന്നാടാ? അതൊന്നുമില്ലടി, ചുമ്മാ ചോദിച്ചത്. കാര്യം പറയണ സെബിനെ. അത് ചേട്ടായി വന്ന് പറഞ്ഞു നിനക്ക് വട്ടാണ്, വല്ല കുതിരവട്ടത്ത് കൊണ്ടുപോയി കറണ്ട് അടിപ്പിക്കാൻ. അങ്ങനെ പറഞ്ഞു. ഇനി എന്ത് ചെയ്യും സെബിനെ? എന്ത് ചെയ്യാൻ, എന്തായാലും ഇനി നിന്നെ പ്രേമിക്കൊന്നും തോന്നുന്നില്ല. പിന്നെ വീട്ടിൽ വല്ലാണ്ട് പ്രഷർ ചെയ്താ വേറെ വല്ല അച്ചായത്തി കോച്ചിനെ അങ്ങ് കിട്ടുമായിരിക്കും. എന്നാ നിന്റെ ചേട്ടായി ഞാനങ്ങ് തട്ടും. നീ ഇങ്ങനെ സങ്കടപ്പെടലേ എന്റെ മറിയേ, അതിനല്ലേ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നേ. ഞാൻ ഇളക്കാം, മാക്സിമം ഇളക്കാം. പക്ഷേ അതിന് പകരം എനിക്കൊരു പകരം ഇങ്ങോട്ടും വേണം. ഓ, പറഞ്ഞാട്ടെ. അത് അത് എടി, എനിക്ക് റിയയെ ഇഷ്ടമാ. നീ എങ്ങനെയെങ്കിലും അതൊന്ന് സെറ്റപ്പ് ആക്കിത്താ. വാട്ട്? ഓ മൈ ഗോഡ്, ഞാൻ എന്താ കേൾക്കുന്നേ? ഞാൻ കെട്ടിവരാൻ പോകുന്ന വീട്ടിൽ അവളും? ഓ ഗോഡ്, എനിക്ക് അവളെ സ്വസ്ഥ തരില്ല വേദാളം. ഡി, എങ്ങനെയും ഒന്ന് സെറ്റ് ആക്കോ. ആ, നമുക്ക് നോക്കാം. പിന്നെ നീ നോക്കിക്കോ, നിന്റെ ചേട്ടായിയെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിച്ച് ആ വീട്ടിൽ മരുമകളെ വരുന്ന എന്നെ ഇങ്ങനെ പുറകെ നടത്തിച്ചേനെ ലേബർ റൂമിന്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കും. എന്റെ കർത്താവേ, ഇവൾ എന്റെ ചേട്ടായിയെ കൊണ്ടേ പോവുള്ളൂ. ഡാ, ഏതോ പെങ്കൊച്ച് നിന്റെ പുറകെ നടക്കുന്നുണ്ടെന്ന് കേട്ടു. നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? ഇതാരാ ഇവിടെ വന്ന് പറഞ്ഞത്? സെബിനാണോ? അതാരേലും ആയിക്കോട്ടെ, നീ കാര്യം പറ. ആ, എനിക്കറിയാൻ മേല, ഒരു വട്ട് കേസ്. ആ,
എന്നാ ഞങ്ങൾ അതങ്ങ് ആലോചിക്കാൻ പോവാം. വാട്ട്? ചാച്ചനെന്താ തലക്കടി കിട്ടിയോ? എന്നാടാ ഇതിലെത്ര അത്ഭുതപ്പെടാൻ? എനിക്കും ഇഷ്ടപ്പെട്ട്, നിന്റെ മമ്മിക്കും ഇഷ്ടപ്പെട്ട്. നല്ല തങ്കം പോലൊരു പെങ്കൊച്ച്. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ കല്യാണവും പെണ്ണാക്കോ ഒന്നും വേണ്ടെന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ നിങ്ങൾക്കൊക്കെ എന്നാത്തിന്റെ കേടാ? എടി, ദേ നിൽക്കുന്നു നിന്റെ റൗഡി. ചേട്ടാ, ഇങ്ങനെ എവിടെ ചെന്നാലും കാണാലോ. ഞാൻ പോയിന്ന് മുട്ടിയിട്ട് വരാം. ഏയ് റൗഡിപ്പയ്യ, എന്താ വായി നോക്കാൻ പോവാ? എന്നെയാ? എനിക്കറിയാം. പിന്നെ നിന്നെ ആര് വായി നോക്കാൻ? ചുറ്റിലും ഇത്ര അടാറ് പെൺപിള്ളേർ ഉള്ളപ്പോ നിന്നെ കാര്യം നോക്കോടി അടക്കാക്കുരിപ്പേ. ഓ, ഇങ്ങേറ്റ് എന്നെ ഭദ്രകാളിയാക്കും. ഇങ്ങോട്ട് നോക്കടാ. നിന്റെ മോന്ത എന്റെ ഈ മോന്തയെ നോക്കാൻ പാടുള്ളൂ. വേറെ ഒരു മോന്തയും നോക്കാൻ പാടില്ല. അങ്ങനെ നീ വേറെ ഏതേലും പെണ്ണിന്റെ മുഖത്ത് നോക്കിയത് കാണണ്ട. ഞാൻ ഈ മുഖം അങ്ങ് വടിച്ചെടുക്കും, കേട്ടോടാ ഓടിപ്പയലേ. നീ ഇങ്ങ് വന്നേ. എന്തിനാ? കിസ് തരാനാ? നീ നീ എന്ത് കണ്ടിട്ടാടി എന്റെ പുറകെ നടക്കണേ? ഞാൻ നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നല്ലേ നിനക്കറിയേണ്ടത്. നിന്നെ കണ്ട ആ നിമിഷം ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഒരു 100 വർഷം കഴിഞ്ഞ് നീ ചോദിച്ചാല് ഇത് തന്നെയായിരിക്കും എന്റെ മറുപടി. നിന്റെ അടുത്തുള്ള 100 കുറവുകളാ നീ കാണുന്നേ. നിന്റെ അടുത്തുള്ള ആ ഒരേ ഒരു നല്ല ഗുണത്തെ മാത്രമാണ് ഞാൻ നോക്കുന്നേ. എനിക്കറിയാം നിങ്ങളുടെ മനസ്സ് ഒരു ഡയറി മിൽക്ക് സിൽക്കാണെന്ന്. നിങ്ങളെ പോലുള്ള ആണുങ്ങളെയാണ് പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുക, അറിയോ? നീ എന്നെ സ്നേഹിക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കും. നീ എന്തേ ഇങ്ങനെ? എന്താ എന്റെ സണ്ണിച്ചായന്റെ ഹൃദയത്തിന് ഇളക്കം തട്ടി തുടങ്ങിയോ? എന്റെ മാതാവേ, എന്റെ ലൈഫിൽ ഇതിനു മുന്നേ ഒരു പെണ്ണും ഇതുപോലെ വന്നിട്ടില്ല. നീ ആദ്യായിട്ട്. ഓ, ആം യുവർ ഫസ്റ്റ്. ഈ മരം കയറി. ഇടി, നീ വിചാരിക്കുന്ന പോലെ അല്ല. നമ്മള് രണ്ടും ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാ. നമ്മൾ തമ്മിൽ ചേരേല. ഞാൻ ഈ മറ്റു പഴങ്കിളി പെണ്ണുങ്ങളെ പോലൊന്നും അല്ല. എന്നെ കെട്ടാൻ പോകുന്ന ചെക്കൻ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്നൊന്നും എനിക്ക് എക്സ്പെക്ടേഷൻ ഇല്ല. സത്യസന്ധനായിരിക്കണം, എന്നെ ഒരുപാട് സ്നേഹിക്കണം. ജോലി ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല, ഞാൻ നിന്നെ നോക്കിക്കോളാം. ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയ മിസ്റ്റർ റൗഡിക്ക് ഓക്കെ ആണോ? എന്താണ് ഒരു ചിരി? നാളെ എനിക്ക് റിപ്ലൈ തരണം, കേട്ടല്ലോ? ഞാൻ ആ കുരിശുപള്ളിയുടെ ബാക്കിൽ കാത്തു നിൽക്കും. എന്താ പറ്റിയേ? നിനക്ക് വല്ലതും അറിയോ? അറിയില്ലടാ. പള്ളിയിൽ പോയി വന്നതിന് ശേഷം ഈ ഒരേ ഇരിപ്പ. ഇടക്ക് ചിരിക്കുന്നുണ്ട്. ഇനി വല്ലവന്മാരും ഇരുട്ടടി കൊടുത്തതായിരിക്കും. ഇനി വട്ടായിട്ടുണ്ടാവും. എടാ സണ്ണിച്ചോ, എന്നാടാ, എന്നെ പറ്റി? നിന്റെ മുഖത്ത് ഇതുവരെ കാണാത്ത ചില എക്സ്പ്രഷൻസ്. എന്ത് എക്സ്പ്രഷൻ? നീ കിടന്നുരുളാതെ പറയണ. ഏതാടാ അവള്? നമ്മുടെ മറിയ കൊച്ചാണോ? അമ്പള കള്ള, നീ പണി പറ്റിച്ചോ? എന്താടാ മോനെ, പറയടാ. എടാ അറിയില്ലടാ. ഇത് തന്നെ പ്രേമം, കാതൽ,
ലവ്. ഓടാ ഏടാ, എന്നെ പോലെ ഈ തല്ലിനും മറ്റും നടക്കുന്ന ഒരുത്തന് ഈ പ്രേമൊന്നും സെറ്റ് ആവില്ലടാ. അവൾക്ക് ഓക്കെ ആണോ? അവൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിക്കാ എന്നോട് സംസാരിച്ചേ. നാളെ റിപ്ലൈ കൊടുക്കാൻ പറഞ്ഞിട്ടാ പോയേക്കണേ. എടാ, അവളൊരു മാണിക്യമാടാ, കൈവിട്ട് കളയല്ലേ. ഇങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാനും. എന്തോ? എങ്ങനെ? നീ നാളെ ചെന്നിട്ട് ഓക്കെ പറ അങ്ങോട്ട്. ഓക്കെയോ? ഞാനോ? ഇല്ല എന്നാ ഞാൻ പറയാം. എന്താടി നീ ഇങ്ങനെ നോക്കുന്നേ? അപ്പൊ എന്നെ ഇഷ്ടമല്ലേ? എന്നോട് ലവാ? ലവോ? നിന്നോടോ? ഒന്ന് പോടി. പിന്നെന്തിനാ ഇവിടെ വന്നത്? ഞാൻ ആ വഴി പോയപ്പോ ഈ വഴി വന്നപ്പോ. ഒന്നും മിണ്ടണ്ട. അയിനോ നിനക്ക് എന്നെ ഇഷ്ടമാണ്. മറിയേ, അത് ഇത്. ഇനി നോക്ക്, എനിക്ക് ജോലിയില്ല, കാശില്ല, ഞാൻ നിനക്ക് സെറ്റ് ആവില്ല, എന്നെ വിട്ടേക്ക് എന്ന് വല്ലതും പറയാനാണ് വരുന്നതെങ്കിൽ നിന്റെ കാല് ഞാൻ തല്ലി പിടിക്കും, നിന്റെ മുടി ഞാൻ വടിച്ചെടുക്കും, നിന്റെ മൂക്ക് ഞാൻ കടിച്ചു പറിക്കും. നീ ഇതെന്ത് ഭാവിച്ചാ? മറിയേ, നീയും ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ നിന്നെ കെട്ടിയ എനിക്ക് ജെട്ടി വരെ നീ മേടിച്ചു തരേണ്ടി വരും. ആ തോർത്ത് നീ പേടിക്കണ്ട, അത് ഞാൻ വാങ്ങി തന്നോളാം. എടി, കല്യാണം എന്നൊക്കെ പറഞ്ഞ ഞാൻ നോക്കിക്കോളാം. നീ ഒന്നും അറിയണ്ട. നിനക്ക് എന്നെ സ്നേഹിച്ച് കുടുംബം നോക്കാൻ കഴിയോ? നീ 5000മോ 10000മോ സമ്പാദിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. ഈ കുടുംബം നോക്കലെന്നൊക്കെ പറഞ്ഞ മോൻ യൂട്യൂബ് നോക്കി നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കാൻ നോക്ക്. ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് നീ എന്നെ ഹോട്ടലിൽ ഷെഫായിട്ട് വിടാൻ പോവാ? നീ എന്നെ അങ്ങനെയാണോ ചിന്തിച്ചു വെച്ചേക്കുന്നേ? നീ പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്ന രീതിക്ക് പറയാൻ നോക്ക്. ഓക്കെ, നമുക്ക് കെട്ടാം. ഞാൻ ജോലിക്ക് പോയാ നിനക്ക് തിന്നണ്ടേ? അപ്പൊ എന്തായാലും നീ ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചല്ലേ പറ്റൂ. ഞാൻ വല്ല ഹോട്ടലിൽ നിന്നും കഴിച്ചോളാം, അത് പ്രശ്നമല്ല. അപ്പൊ ഞാനോ? എനിക്ക് വരുമ്പോ ഫുഡ് വേണ്ടേ? ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചേ പറ്റൂ. ഓക്കെ. അപ്പൊ എന്നെ കെട്ടാൻ തീരുമാനിച്ചോ ഈ റൗഡി? പറയടോ. എനിക്കിഷ്ടമാ. എന്തോ? കേട്ടില്ല. ഈ മരം കയറി മറിയാമേ എനിക്ക് ഇഷ്ടമായെന്ന്. ഈ സണ്ണി കൊമ്പനക്കാട്ടിലെ പെണ്ണായിട്ട് മിന്നു കിട്ടിക്കൊണ്ട് പോവാൻ റെഡിയാണെന്ന്. അപ്പൊ നിനക്ക് ഞാൻ ഓക്കെ വാ? ഓക്കെ വാന്ന് വെച്ചാ? എന്ന് വെച്ചാ നിന്നെ ഞാൻ അരിശം കഴിക്കും, ഇരുത്തിയിട്ട് ചെയ്യും, ദേഷ്യം വന്നാ കടിക്കും. പക്ഷെ നീ ഇതൊന്നും എന്നെ ചെയ്യാൻ പാടില്ല. നമ്മൾ തല്ല് പിടിച്ച ഞാൻ അങ്ങോട്ട് വന്ന് മിണ്ടില്ല. നീ വന്ന് സോൾവ് ചെയ്യണം. എന്നെ അവിടെ കൊണ്ടുപോ ഇവിടെ കൊണ്ടുപോ എന്നൊന്നും ഞാൻ പറയില്ല. നീ തന്നെ ഇതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളണം. കുറച്ച് ലൂസാ, പക്ഷെ നിന്നെ ഞാൻ നന്നായിട്ട് നോക്കും. എപ്പോഴും നിന്റെ മുഖത്ത് ഈ ചിരി ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഓക്കെ വാ? ഓക്കെ ആടി, 1000 ഓക്കെ. നീ എന്റെ കൂടെ ഒന്ന് ഇരുന്ന് തന്നാ മതി മറിയാമേ. നിന്നെ ഞാൻ എന്റെ രാജകുമാരിയെ പോലെ നോക്കിക്കോളാം. നിന്റെ ഒന്നും ആവശ്യം വന്നില്ല.
ഞാനായിട്ട് തന്നെ വളച്ചു നിന്റെ ഏട്ടായി. എന്നാടി സത്യാണോ? ആന്നേ, ഞങ്ങൾ ഇന്നലെ സെറ്റായി. ആ, ഇനി ഞാൻ നിന്റെ ചേട്ടത്തിയാ, ആ ബഹുമാനം തന്നേക്കണം. അയ്യടാ ഊതി കൊള്ളാലോ. എടി നിങ്ങള് സെറ്റായില്ലേ, എന്നെയും കൂടി ഒന്ന് സെറ്റാക്കി താടി. എന്നാ വിളി ചേട്ടത്തീന്ന്. എന്തോന്ന് ഒന്ന് പോടിയേ. വേണ്ടെങ്കി വേണ്ട. അയ്യോ പോകല്ലേ ചേട്ടത്തി. ആഹാ, എന്ത് സുഖം കേൾക്കാൻ. നിങ്ങൾ ഇവിടെ നിൽക്കുക, ക്ലാസ്സിൽ കയറണ്ടേ? നീ ഇങ്ങ് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഇങ്ങോട്ടാ, അവിടെ നിൽക്ക്. ഡി, എന്നാ അവിടെ തന്നെ നിന്ന് പറഞ്ഞാ പോരായിരുന്നോ? എന്താ കാര്യം? നീ എന്റെ അടുത്ത് ചാടിക്കടിക്കരുത്. ഞാനൊരു കാര്യം പറയാൻ പോവാ. എടി, ഞാനും സണ്ണിച്ചാനും സെറ്റായി. എന്റെ മാതാവേ, നേരാണോ? ആ നേര്. എടി, നീ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ? എടി, അങ്ങേർക്ക് എന്തൊക്കെ കുറവുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങേരില്ലാതെ പറ്റില്ലടി. ആ, നിന്റെ ഇഷ്ടമല്ലേ. ഇനി ഇതിൽ ഞാൻ എന്തോന്ന് പറയാനാ? ആ, ഇനി വേറൊരു കാര്യം പറയാം. ഇനിയും ഉണ്ടോ കാര്യം പറയാൻ? എടി, നമ്മുടെ സെബിനില്ലേ, അവന് നിന്നെ ഇഷ്ടമാണോ? ആ, നീ എന്തുവായി പറയുന്നേ? ഇഷ്ടമാണോ? ആടി, എന്താ? ഒരു ചുള്ളൻ ചെക്കനല്ലേ അവൻ. എടാ സെബിനെ, റിയ വിളിക്കുന്നു. എടി, നീ എന്തിനാ അവനെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ? ആ, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. ഹായ് അറിയ, എനിക്ക് തന്നെ ഇഷ്ടാണോ? സെബിനെ, നീ എന്തറിഞ്ഞിട്ടാ? എനിക്കറിയാൻ മേല. കണ്ട ഉടനെ എന്റെ മനസ്സിലൊടുക്കിയ പെണ്ണ, വിട്ട് കളയാൻ മേല. എനിക്ക് നിനക്കെന്നെ വേണോ വേണ്ടേന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നിനക്കെന്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട്. അതെന്നും അവിടെ തന്നെ ഉണ്ടാവും. പോട്ടെ. സെബിനെ, എനിക്കിഷ്ടമാ ഒരുപാട്. എന്നെ ഇഷ്ടമായിരുന്നു അപ്പൊ നിനക്ക്? അത് എപ്പോഴോ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയെന്ന് എനിക്കറിയില്ല. പക്ഷെ എപ്പോഴും ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാവണം എന്നൊരു തോന്നൽ. എങ്ങനെ പറയും എന്നറിയാത്തതുകൊണ്ട്. ഉള്ളതാണോ? നീ എന്നെ കളിപ്പിക്കുമല്ലോ. ഇല്ല എന്റെ അച്ചായോ, ഇങ്ങ് വാ. എന്നാവൻ, ഞങ്ങൾ സെറ്റായി, കിസ്സും കഴിഞ്ഞു. എന്ത് കിസ്സും? ഇഷ്ടം പറഞ്ഞ കിസ്സും കഴിഞ്ഞു. ഇത്രയുമായി എനിക്ക് ഇതുവരെ ഒരു കിസ് കിട്ടിയിട്ടില്ല. ഇവിടെയോ കാലമാണ്, ഇവിടെയോ റൗഡിത്താൻ. എന്നാടി എന്നാത്തിനാ നീ ഇങ്ങനെ അലറണേ? ഓ, നീ എവിടെയാന്ന് പറ. ഞാൻ കോളേജിന് പുറത്തുണ്ട്. എന്നാ അകത്തേക്ക് വാ. എന്നാത്തിന്? ഇങ്ങനെ കൊണ്ട് കാര്യം അറിഞ്ഞാലേ വരൂ. അതൊക്കെ ഇവിടെ വരുമ്പോ പറയാം. ആ വരുവാ, തൊള്ള കീറണ്ട. ഓ, നിന്നെ സമ്മതിക്കണം കേട്ടോ. ദേ, നിനക്കൊക്കെ സീൻ കാണണ്ട എന്നുണ്ടെങ്കിൽ സ്ഥലം കിട്ടും. അതെ, നല്ല ഒന്നാം തരം ഒരു കാഞ്ഞിരപ്പള്ളി അച്ചായന വരുന്നേ. ഇവന് ഈസിയാണെങ്കിൽ ഇവന്റെ ചേട്ടനെ ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്നാടി എന്നാ? ഓഹോ, അപ്പൊ എന്റെ ചേട്ടായിക്ക് പ്രേമിക്കാനൊക്കെ അറിയാലേ. എടാ, നീ ഇതൊന്നും പോയി വീട്ടിൽ പോയി പറഞ്ഞേക്കരുത്. നിങ്ങൾ ചേട്ടനും അനിയനും കൂടെ കുടുംബകാര്യം പറഞ്ഞ് നിൽക്കുവാണോ? എന്നാടി പറ. എനിക്കൊരു കിസ് വേണം. എന്തോന്ന്?
കിസ് വേണോന്ന്? നല്ല ഒന്നാന്തരം ഒരു ഫ്രഞ്ച് കിസ്. കിസ് മാത്രം മതിയോ? മതിയോടി, ഓരെങ്കിൽ ഞാൻ റെഡിയാ. ഓ വേണ്ടായേ, എന്റെ തെറ്റ്, എന്റെ മാത്രം തെറ്റ്. ഇനി ചോദിക്കാലോ എന്റെ അമ്മോ. ഇതെന്താ ഇത്? ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ? വല്ലയിടത്തും മാറിയിരുന്ന എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇനി എനിക്ക് മതിയായിട്ട് പോയേച്ചാ മതി നീ. ഡി, നീ എന്തോ വിചാരിച്ച എത്രാമത്തെ കല്യാണം നീ മുടക്കുന്നതെന്നറിയോ? എന്റെ സണ്ണിച്ചായനല്ലാതെ വേറൊരു തെണ്ടിനെയും കേട്ടുള്ളെന്ന് ഞാൻ പറഞ്ഞതല്ലേ കാരണവരെ. ആഹാ, എന്നാ നീ കേട്ടുന്നതൊന്ന് കാണണമല്ലോ. കെട്ടുകയും ചെയ്യും, പേരക്കിടാവിനെ കൊഞ്ചിക്കാൻ നിങ്ങളുടെ മടിയിലോട്ട് വെച്ച് തരുകയും ചെയ്യും. ഗംഗേ, ഓ പൊക്കോ പൊക്കോ. ഞാനിവിടെ പ്രാണവേദന എടുത്തിരിക്കുമ്പോ നീ ഇവിടെ ചിരിച്ചു മറിയുവാണല്ലേ? അടിക്കാതെ അടിക്കാതെ. എടി അയ്യോ, എന്തിനാടി അടിക്കണേ? ദേ നോക്ക്, ഞാനാടി എല്ലാരും അടിക്കുന്നേ. എന്നെ നീ അടിക്കാതെ, നാണം കെടുത്തരുത്. എത്രാമത്തെ പ്രൊപ്പോസൽ മുടക്കിയിട്ടാ ഞാൻ ഈ വന്ന് നിൽക്കുന്നതെന്ന് അറിയോ? നിനക്ക് നല്ലത് അറിയണോ? എടി അടിക്കാതെടി. മര്യാദക്ക് എന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചോളണം. ഞാൻ എങ്ങനെ വന്ന് പെണ്ണ് ചോദിക്കാനാടി നിന്റെ അപ്പനോട്? എനിക്കൊന്നും വേല. കൈ 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 വിടടി വിടടി. അയ്യോ അമ്മേ, കൈ. നിനക്ക് മേലെ ഞാൻ വരാടി. അങ്ങനെ വഴിക്കുവാ. അതെ നിന്നെ, നീ ശരിക്കും റൗഡി തന്നെയാണോടാ? എന്തടി? അല്ല, എപ്പോഴും നിന്റെ മുഖത്ത് ഈ ചടവും പാടും ഒക്കെ കാണാം. ഇനി നീ നുണ പറയുവാണോ? എന്താ? ഇവളെ കൊണ്ട് അങ്ങോട്ട് അടി കൊടുക്കുമ്പോ കുറച്ച് അടിയൊക്കെ ഇങ്ങോട്ട് വാങ്ങണം, മനസ്സിലായോ? പക്ഷേ ഇത് കണ്ടിട്ട് നീയാണ് കുറച്ച് കൂടുതൽ അടി വാങ്ങുന്നതെന്നാ തോന്നണേ. അറിയാമേ. അപ്പൊ ഞാൻ കാത്തിരിക്കും കൊച്ചു മുതലാളി, വന്നേക്കണേ പെണ്ണ് ചോദിക്കാൻ. നിനക്ക് പറ്റിയ പെണ്ണുമ്പോളെ തന്നെയാണ് ദൈവം തമ്പുരാൻ തന്നത്, ചക്കി കൊത്ത ചങ്കരൻ.
എടി ശോശാമേ, ദേ മറ്റേ ഓടി നിന്റെ മോളില്. എന്റെ കൈയും കാലും ഒക്കെ വിറക്കുന്നു. നിങ്ങൾ നാളെ എടുത്താതെ ആടാതെ നേരെ നിന്ന് ചോദിക്കേ. എനിക്ക് നിങ്ങളുടെ പെങ്കൊച്ചിനെ കെട്ടിച്ചു തരണം. ഞാൻ അവളായിട്ട് പ്രേമത്തിലാ. ആ കൊള്ളാലോ. നിനക്ക് ഇതും ചോദിച്ച് എന്റെ വീടിന്റെ മുമ്പിൽ വരാൻ എന്ത് ധൈര്യം ഉണ്ടായിട്ടാ? കാർന്നോനെ ഒരുമാതിരി വർത്തമാനം പറയരുത്. ഞാൻ പറഞ്ഞിട്ടാവും വന്നത്. നിങ്ങളെപ്പോലെ തന്നെ അങ്ങേരും മറ്റുള്ളവരെ അടിക്കുന്നു. പപ്പ മമ്മീടെ അടുത്തുനിന്ന് അടി വാങ്ങുന്നു. അത്രേ ഉള്ളു വ്യത്യാസം. മിണ്ടാതെ രേടി. വേലയും കൂലിയും ഒന്നും ഇല്ലാത്ത നിനക്ക് ഞാൻ എങ്ങനെ എന്റെ മോളെ കെട്ടിച്ചു തരും? അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. ദോ എനിക്ക് ആ നിൽക്കണ പെണ്ണിനെ ഇങ്ങ് തന്നേച്ചാ മതി. ഞാൻ നോക്കിക്കോളാം എന്റെ പെണ്ണായിട്ട്. ആ നീ എങ്ങനെ നോക്കൂന്നാ ഞാൻ ഈ ചോദിക്കണേ. അത് എന്റെ ചാച്ചന്റെ റബ്ബർ തോട്ടം വിറ്റിട്ടാണല്ലോ ഞാൻ നോക്കുകളെ. എടാ മഹാഭാവി, നീ ഞങ്ങളെ പെരുവഴിയിൽ ഇറക്കാനുള്ള പുറപ്പാടാണോ? ചാച്ചനോ? ചാച്ചനെന്താ ഇവിടെ? ഓ എന്തായിരുന്നു. എനിക്ക് കല്യാണം സെറ്റ് ആവൂല, പെണ്ണുങ്ങളെ കാണാൻ മേല, നാണമില്ലല്ലോടെ അദ്ദേഹം വന്ന് നിൽക്കുന്നു. അത് പിന്നെ ചാച്ച, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. ചാച്ചൻ എന്നാ ഇവിടെ ചെയ്യുന്നേ? എന്നാ ഞാൻ എന്റെ കല്യാണം ഉറപ്പിക്കാൻ വന്നതാ. ഉറപ്പിക്കുകയും ചെയ്തു. ഉള്ളതാണോ? ആടാ ഉള്ളതാടാ ഊവേ. അതെ പപ്പ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവൻ നേരത്തെ പറഞ്ഞ റബ്ബർ തോട്ടം ഇല്ലേ, അങ്ങനെ ഒരു 100-150 ഏക്കർ കിടപ്പുണ്ട് കയ്യില്. അതുകൂടാതെ കാപ്പിത്തോട്ടം, ഏലം ബിസിനസ് ഒക്കെ വേറെ. അത് മാത്രം മതി ഒരായുസ് സുഖമായി ജീവിക്കാൻ. ഇവനോട് പണ്ടേ പറഞ്ഞതാ അതൊക്കെ നോക്കി നടത്താൻ. പക്ഷെ അവന്റെ അഭിമാനം കൃഷിയിലോട്ട് ഇറങ്ങാൻ വയ്യെന്ന്. അല്ലാതെ എന്റെ ചെറുക്കന് വേറെ ഏനക്കേടൊന്നും ഇല്ലട്ടാ. കൊമ്പരക്കാട്ടിൽ എന്ന് പറഞ്ഞ ഇപ്പോഴും ഇറക്കും കാഞ്ഞിരപ്പള്ളി. അതുകൊണ്ട് നിങ്ങളുടെ മോള് സേഫ് ആയിരിക്കും ഇവന്റെ കയ്യിൽ. ആദ്യം വന്ന് പറഞ്ഞപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിവിടെ ഒറ്റയ്ക്ക് നെഞ്ചും വിരിച്ച് പെണ്ണ് ചോദിച്ചു വന്നപ്പോ എനിക്ക് ബോധിച്ചു, ഏത് സാഹചര്യത്തിലും എന്റെ പെങ്കൊച്ചിനെ കൈവിടാത്ത ഒരു ചെറുക്കനെയാ എന്റെ മോള് കണ്ടുപിടിച്ചേന്നു. അപ്പൊ എല്ലാം സെറ്റല്ലേ? നമ്മളിതങ്ങോട്ട് ഉറപ്പിച്ചു. എന്നതാ കഴിഞ്ഞു? ഹേ മിസ്റ്റർ റൗഡി, ഇനി നിങ്ങളെ എന്റെ കെട്ടിയോന, മനസ്സിലായോ? മനസ്സിലായേ? ലാടാ, കെട്ട് കഴിഞ്ഞിട്ട് പോരാടാ ഇതൊക്കെ. ഞങ്ങള് കുറച്ചുപേര് ഇവിടെ നിൽപ്പുണ്ട്, ഓർമ്മ വേണം. അതൊന്നും പറ്റുകയില്ല. നിങ്ങൾ ആ കണ്ണൊന്ന് അടച്ചിട്ട് കാരണവന്മാരെ.